ഹായ് ഓൾ, എല്ലാവർക്കും മിനാഷ് ബ്ലോസമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരുമോ? ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ്. നമുക്കൊരു ന്യൂ ഇയർ റെസൊല്യൂഷൻ സീരീസ് ഉണ്ട്. അതിൽ നമ്മൾ രാവിലെ ചെയ്യേണ്ടതായത്, അതായത് മോർണിംഗ് ഹാബിറ്റിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ചാണ്. വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ എങ്ങനെ വെയിറ്റ് കുറയ്ക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് അടുത്ത വീഡിയോ വരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇൻട്രൊഡക്ടറി വീഡിയോയും കുറച്ച് സജഷൻസുമാണ് ഇതിനകത്ത് നമ്മൾ പറയുന്നത്. ഒന്നാമത് നമ്മൾ ഈ വാക്കിംഗ് ഹാബിറ്റോടുള്ള ഗുണം എന്താണെന്ന് ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് ഫിസിക്കലി നമുക്ക് ഗുണം ചെയ്യുന്നുണ്ട്, മെന്റലി നമുക്ക് ഗുണം ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്കലായിട്ടുള്ള ബെനിഫിറ്റ് എന്താണ്? ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാർഡിയോ വാസ്കുലർ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇത് സാധിക്കും. ഇത് ഈ കാർഡിയോ വാസ്കുലർ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? നമുക്ക് ആരോഗ്യമുള്ളൊരു ഹൃദയം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മുടെ ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യതകൾ നമുക്ക് അതുകൊണ്ട് കുറച്ചുകൊണ്ട് വരാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മുടെ ബ്ലഡ് പ്രഷറൊക്കെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ലോ ലെവലിൽ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നടക്കുന്നതുകൊണ്ടുള്ളൊരു ഗുണം വെയിറ്റ് മാനേജ്മെൻ്റ് ആണ്. നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതാണ് നമുക്ക് നടക്കുന്നതുകൊണ്ട് നമുക്ക് ഫിസിക്കലി ഉണ്ടാകുന്ന ഒരു ഗുണം. മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബെറ്റർ ജോയിന്റ് ഹെൽത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. ഇരിക്കാനും എഴുന്നേക്കാനും ഒന്ന് കുറച്ച് ഉയരത്തിലേക്കൊന്ന് ചാടി കയറാനും അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വളരെ ഫ്ലെക്സിബിലിറ്റി ആയിരിക്കും. നമ്മുടെ ശരീരത്തിനും നമ്മുടെ അംഗങ്ങൾക്കെല്ലാം നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ നാലാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പെട്ടെന്ന് നമ്മളെ രോഗങ്ങളൊന്നും കയറി അറ്റാക്ക് ചെയ്യാതെ നമ്മുടെ ഒരു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് വാക്കിംഗ് ഹാബിറ്റ് നമ്മളെ വളരെയധികം സഹായിക്കും. അഞ്ചാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് സ്ട്രോങ്ങർ മസിൽസ് ആൻഡ് ബോൺസ് എന്നുള്ളതാണ്. സ്ട്രോങ്ങർ മസിൽസ് ആൻഡ് ബോൺസ്. അഞ്ചാമത്തേതെന്ന് പറഞ്ഞാൽ നമുക്ക് ശക്തിയുള്ള ഒരു സ്ട്രോങ്ങറായിട്ടുള്ള മസിൽസും ബോൺസും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളത്. നമ്മുടെ ബോൺസിന് നല്ല എല്ലുകൾക്ക് നല്ല ശക്തി ഉണ്ടാവും, നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള മസിൽസ് ഉണ്ടാവും. അപ്പം ഇതൊക്കെയാണ് ഒരു അഞ്ചാമത്തെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, നടക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് നമുക്ക് പറയുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൈജഷൻ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഡൈജസ്റ്റീവ് സിസ്റ്റം കുറേ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനായിട്ട് വാക്കിംഗ് ഹാബിറ്റ് നമ്മളെ സഹായിക്കും. അപ്പോൾ ഈ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള ഇഷ്യൂസൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെറ്റർ പോസ്ചറാണ്. ഒരു നല്ല രൂപഘടന നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, ഒരു ശരീരഘടന ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് വാക്കിംഗ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതാണ് അടുത്ത ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്നവരാണ്. നമ്മുടെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ നമ്മുടെ വണ്ണം നിയന്ത്രിക്കാനായിട്ട്, അമിതവണ്ണം നമുക്ക് നിയന്ത്രിക്കാനും നമ്മൾ നടക്കുന്ന ഹാബിറ്റ് നമ്മളെ വളരെയധികം സഹായിക്കും. അപ്പം നമ്മൾ നടക്കുക എന്നുള്ളൊരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പക്ഷെ ഇത് നമ്മളൊരു ബേസിക് വീഡിയോ ആയിട്ട് ചെയ്തതാണ്, നടക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഫിസിക്കലി നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ. അടുത്തത് മാനസികമായി നമുക്ക് ഉണ്ടാകുന്ന ഗുണങ്ങളാണ് വാക്കിംഗ് ഹാബിറ്റ് കൊണ്ട്. അപ്പോൾ അത് നമ്മുടെ സ്ട്രെസ്സും അതുപോലെ തന്നെ ആങ്സൈറ്റിയൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ കൊളസ്ട്രോൾ ലെവലൊക്കെ കുറയുന്നു. അങ്ങനെ നമ്മുടെ ഒരു റിലാക്സേഷൻ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂഡ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് വാക്കിംഗ് ഹാബിറ്റ് സാധിക്കുന്നു. ഇപ്പോൾ സെറോട്ടോണിൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിക്കപ്പെടുകയും ഇത് നമ്മുടെ ഡിപ്രഷൻ ലെവല് കുറച്ചുകൊണ്ട് വരാനായിട്ടും സാധിക്കുന്നു. അപ്പോൾ അത് നമ്മുടെ മൂഡിനെ ഇംപ്രൂവ് ചെയ്യും. അത് നമ്മുടെ ജോലിയെയും നമ്മുടെ ബന്ധങ്ങളെയും ഒക്കെ നന്നായിട്ട് സൂക്ഷിക്കുന്നതിന് വളരെയധികം സഹായിക്കും. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റിവിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ വാക്കിംഗ് ഹാബിറ്റ് നമ്മുടെ ക്രിയേറ്റിവിറ്റി എൻഹാൻസ് ചെയ്യുന്നു. കാരണം നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻസ് ഒക്കെ ഇത് സ്റ്റിമുലേറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് പുതിയ ഐഡിയാസ് ഉണ്ടാകുകയും നമ്മളുള്ള നിലവിലുള്ള ലെവലിൽ നിന്ന് കുറച്ചുകൂടെ അപ്പർ ലെവലിലേക്ക്, ഹൈ ഓർഡർ തിങ്കിങ് ലെവലിലേക്ക് പോകാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ക്രിയേറ്റിവിറ്റി എൻഹാൻസ് ചെയ്യും. അതായത് നമ്മുടെ ബ്രെയിൻ ഫങ്ഷനിങ് ഒക്കെ കുറച്ചുകൂടെ ആക്ടിവേറ്റ് ആകും. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൽഫ് എസ്റ്റീം ബൂസ്റ്റ് ചെയ്യപ്പെടും. നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ കൂടുകയും നമ്മൾ
സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോളുകളൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. കാരണം ഈ സെൽഫ് എസ്റ്റീം ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കൂടും നമ്മൾ ഇങ്ങനെ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്ത് കഴിയുമ്പോൾ. അടുത്തതായിട്ട് നമുക്ക് ഒരു നല്ല ഉറക്കം കിട്ടും. ഇംപ്രൂവ് സ്ലീപ്പ്. നമ്മുടെ ഉറക്കം നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ പറ്റും. നല്ല ഒരു സുഖനിദ്ര ലഭിക്കുന്നതിന് നമ്മുടെ വാക്കിംഗ് ഹാബിറ്റ് നമ്മളെ സഹായിക്കും. ഇതിനൊക്കെ പുറമെ നമുക്ക് ഒരു നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോഡിയും ഉണ്ടാകും. അപ്പം നല്ല ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആരോഗ്യമുള്ളൊരു ശരീരം വേണം, എങ്കിലും നമുക്ക് ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാവുകയുള്ളൂ. നമുക്ക് ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടായി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ എല്ലാ കാര്യങ്ങളും കൃത്യതയോടെയും വളരെ ക്വാളിറ്റിയോടുകൂടിയും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വാളിറ്റിയുള്ള ഒരു മനുഷ്യനായിട്ട് തീരാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ഹാബിറ്റാണ് വാക്കിംഗ് ഹാബിറ്റ്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ഉടനെ തന്നെ വരുന്നുണ്ട്. വെയിറ്റ് ലോസ് ചലഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള വീഡിയോ വരുന്നുണ്ട്. ഇത് ന്യൂ ഇയർ റെസൊല്യൂഷൻ്റെ ഭാഗമായിട്ട് വരുന്ന വീഡിയോ ആണ്. നാളെ തന്നെ അതുണ്ടാവും. തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്പെടും. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതിൽ എല്ലാവർക്കും നന്ദി.